വിഴിഞ്ഞം തുറമുഖത്തിന് 10 കിലോമീറ്റർ മാത്രമകലെ പൂവാറിൽ കപ്പൽ നിർമ്മാണശാലയും തലസ്ഥാന വികസന മാസ്റ്റർ പ്ലാനിൽ BJP ഉൾപ്പെടുത്തിയേക്കും. കേരളത്തിലടക്കം കപ്പൽ നിർമ്മാണ ക്ലസ്റ്ററുകൾ നേരത്തെ കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു. മാരിടൈം അമൃത്കാൽ വിഷൻ 2047 ഉൾപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സഹകരണത്തോടെ കപ്പൽശാലയും കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രവും നിർമ്മിക്കാനാണ് കേന്ദ്ര പദ്ധതി. തലസ്ഥാന വികസനത്തിനും തൊഴിലവസരങ്ങൾക്കും വഴി തുറക്കുന്നതാണ് കപ്പൽശാല പദ്ധതിയെന്ന് കേരള കൗമുദി ചൂണ്ടിക്കാട്ടിയിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തോടനുബന്ധിച്ച് കപ്പൽ അറ്റകുറ്റപ്പണിക്ക് സൗകര്യമുണ്ടാവേണ്ടതുണ്ട്. ലോകത്തെ വൻകിട കപ്പലുകളെല്ലാം വിഴിഞ്ഞത്തെത്തുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ മാത്രമാണ് ഈ സൗകര്യമുള്ളത്. പൂവാറിൽ തീരത്തുനിന്ന് 1/2 കിലോമീറ്റർ ദൂരം വരെ 13 മീറ്റർ സ്വാഭാവിക ആഴമുള്ളതാണ് കപ്പൽശാലയ്ക്ക് അനുകൂലം. 20,000-ലേറെ കണ്ടെയ്നറുകൾ വഹിക്കാനാവുന്ന കൂറ്റൻ കപ്പലുകൾ പോലും നിർമ്മിക്കാൻ അനുയോജ്യമാണിവിടം. ഇടയ്ക്കിടെയുള്ള ഡ്രഡ്ജിംഗ് വേണ്ടിവരില്ല. കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ കപ്പൽ ക്ലസ്റ്ററുകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കപ്പൽശാലയ്ക്കായി കേന്ദ്രവുമായി കൂടുതൽ ചർച്ച നടത്തുമെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാനം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമെന്നും സംസ്ഥാന ബഡ്ജറ്റിലും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. അതേസമയം തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ കപ്പൽശാല നിർമ്മിക്കാൻ കൊറിയൻ കമ്പനിയായ ഹൂണ്ടായി രംഗത്തുമെത്തി. കപ്പൽ നിർമ്മാണ ക്ലസ്റ്ററുകൾ തുടരാനുള്ള കേന്ദ്ര ബഡ്ജറ്റിലെ നിർദ്ദേശം പൂവാർ കപ്പൽശാലയ്ക്ക് ഗുണമാകും. കപ്പൽ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന നയം പുതുക്കാനുള്ള തീരുമാനവും അനുകൂലമാകും. കപ്പൽ നിർമ്മാണത്തിൽ സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും മെച്ചപ്പെടുത്താനും അടിസ്ഥാന സൗകര്യം സജ്ജമാക്കാനുമാണ് ബഡ്ജറ്റിലെ നിർദ്ദേശം. രാജ്യാന്തര കപ്പൽശാലിന് 10 നോട്ടിക്കൽ മൈൽ അടുത്തുള്ള പൂവാറിൽ തീരത്ത് നിന്ന് 1/2 കിലോമീറ്റർ ദൂരം വരെ 13 മീറ്റർ സ്വാഭാവിക ആഴമുണ്ട്. 20,000-ലേറെ കണ്ടെയ്നറുകൾ വഹിക്കാനാവുന്ന കൂറ്റൻ കപ്പലുകൾ നിർമ്മിക്കാൻ വരെ അനുയോജ്യമാണ് പൂവാറിലെ സൗകര്യങ്ങൾ. തീരത്തുനിന്ന് 1/2 കിലോമീറ്ററിനപ്പുറം 30 മീറ്റർ വരെ ആഴമുണ്ട്. ഇടയ്ക്കിടെയുള്ള ഡ്രഡ്ജിംഗ് വേണ്ടിവരില്ല. കപ്പൽശാലയ്ക്ക് അനുയോജ്യമായ പൂവാർ നഗരസഭാതിർത്തിക്ക് പുറത്തുള്ള പഞ്ചായത്താണ്. തലസ്ഥാന വികസനത്തിലുള്ള BJPയുടെ മാസ്റ്റർ പ്ലാനിൽ ഇതുൾപ്പെട്ടാൽ മാരിടൈം അമൃത്കാൽ വിഷൻ 2047 ഉൾപ്പെടുത്തുക എളുപ്പമായിരിക്കും. പ്രധാനമന്ത്രി എത്തുമ്പോൾ കപ്പൽശാല പ്രഖ്യാപനം നടത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാമെന്ന് BJP കണക്കുകൂട്ടുന്നു. കപ്പൽശാലയോട് ചേർന്ന് ടൗൺഷിപ്പ് ആശുപത്രികൾ എന്നിവ വരും. വൈദ്യുതി, കുടിവെള്ളം, റോഡ് കണക്ടിവിറ്റി എന്നിവ സംസ്ഥാനം ഉറപ്പാക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. കപ്പൽശാല വന്നാൽ 15,000-ഓളം തൊഴിലവസരങ്ങൾ ഉണ്ടാവും. അനുബന്ധ വ്യവസായങ്ങൾക്കും മെച്ചമാണ്. നികുതി ഇനത്തിലും നേട്ടമുണ്ടാകും. നാവികസേനയ്ക്കായി യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നതിലൂടെ പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുന്നു. തുറമുഖ വികസനത്തിനും തീരദേശ വളർച്ചയ്ക്കും ഇത് സഹായിക്കുന്നുണ്ട്. തീരദേശ സംസ്ഥാനങ്ങളിൽ സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടാണ് മാരിടൈം അമൃത്കാൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി. 80 ലക്ഷം കോടി രൂപ ചെലവ് വരുന്ന പദ്ധതികളാണ് മാരിടൈം അമൃത്കാലിൽ നടപ്പാക്കുക. കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി ക്ലസ്റ്ററുകൾ, റിവർ ക്രൂയിസ് പദ്ധതികൾ, ഉൾനാടൻ ജലഗതാഗത പദ്ധതി, തുറമുഖങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടും. കപ്പൽ നിർമ്മാണം ഉൾപ്പെടെ മാരിടൈം മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ 69,725 കോടി രൂപയുടെ പാക്കേജ് അടുത്തിടെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ 20,000 കോടി രൂപ രാജ്യത്തെ കപ്പൽ നിർമ്മാണക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഈ ഇനത്തിലാണ് സംസ്ഥാനം കേന്ദ്ര സഹായം പ്രതീക്ഷിക്കുന്നത്. പൂവാറിൽ പ്രാവർത്തികമായാൽ നികുതി ഇനത്തിലും മറ്റുള്ള കോടികളുടെ വരുമാനം രാജ്യത്തിന് നേട്ടമാകും. കൂടാതെ നിരവധി തൊഴിലവസരങ്ങൾ ഇതിലൂടെ വന്നുചേരുമെന്നതും ആശ്വാസത്തിന് ഇട നൽകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് അന്താരാഷ്ട്ര സാഹചര്യം പരിശോധിക്കുമ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഏതൻസിനും സിംഗപ്പൂരിനും ഇടയ്ക്ക് അന്താരാഷ്ട്ര കപ്പൽപാതയിൽ വേറെ കപ്പൽ നിർമ്മാണശാല ഇല്ലാത്തതിനാൽ ഏഷ്യയുടെ കവാടമായി പൂവാർ മാറുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. രാജ്യത്തിന്റെ വിവിധ കടൽ തീരങ്ങളിൽ നടത്തിയ പരിശോധനകൾ കടലിന്റെ ആഴക്കുറവ് ഒരു പ്രധാന കുറവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അവിടങ്ങളിൽ മണ്ണ് നീക്കം ചെയ്ത് ആഴം വർദ്ധിപ്പിച്ചാൽ മണിക്കൂറുകൾക്കകം തിരികെ മണ്ണിടിഞ്ഞ് മൂടിപ്പോകുന്നതായും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കരയിലും കടലിലും നടത്തിയ പഠനങ്ങളിൽ പൂവാറിന് പകരം വയ്ക്കാവുന്ന മറ്റിടം രാജ്യത്തില്ല. പുതിയ കപ്പലുകളുടെ നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണിയിലും വിദേശ രാജ്യങ്ങളുടെ മേധാവിത്യം അവസാനിപ്പിക്കാൻ ഈ കപ്പൽശാല പര്യാപ്തമാകുമെന്ന പഠനം ചൂണ്ടിക്കാട്ടുന്നു. പൂവാർ തീരത്തോട് ചേർന്നുള്ള കടലിന് 24 മുതൽ 30 മീറ്റർ സ്വാഭാവികമായ ആഴമുണ്ട്. കൂടാതെ വർഷം മുഴുവൻ കപ്പലുകൾക്ക് വന്നുപോകാൻ കഴിയും വിധം വേലിയേറ്റ വേലിയിറക്ക അനുപാതം വളരെ കുറഞ്ഞ തീരവും രാജ്യത്ത് പൂവാർ തന്നെയാണ്. പദ്ധതി നടപ്പാക്കിയാൽ 1.5 കിലോമീറ്റർ ദൂരം കുടിയൊഴിപ്പിക്കലില്ലാതെ നിർമ്മാണത്തിന് അനുയോജ്യമായ ആഴക്കടലുള്ള തീരവും പൂവാറിലുണ്ട്. നിർമ്മാണ അറ്റകുറ്റപ്പണിക്ക് ശേഷിയുള്ള പരിശോധനാ കേന്ദ്രം സമീപത്തുണ്ട് എന്നതും അനുകൂല ഘടകമാണ്. വർഷം തോറും 1 ലക്ഷത്തിൽ പരം വിവിധ വിഭാഗം വെസലുകളും കപ്പലുകളും കടന്നുപോകുന്ന അന്താരാഷ്ട്ര കപ്പൽ പാതയിലാണ് പൂവാർ തീരം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.